ഹലോ, 3G വെർട്ടിക്കൽ പൊസിഷനിൽ 10 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ ഫില്ലറ്റ് ലാപ്പ് ജോയിന്റ് എന്ന സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ജോബ് തയ്യാറാക്കി വെർട്ടിക്കൽ പൊസിഷനിൽ സജ്ജമാക്കുക. ഇലക്ട്രോഡ്, കറന്റ്, പോളാരിറ്റി എന്നിവ തിരഞ്ഞെടുക്കുക. ഷോർട്ട് ആർക്ക്, ടാക്ക് വെൽഡ് എന്നിവ സജ്ജമാക്കുക. റൂട്ടും വെൽഡിംഗ് റണ്ണും ഡെപ്പോസിറ്റ് ചെയ്യുക. സർഫേസ് വൈകല്യങ്ങൾ വൃത്തിയാക്കുകയും പരിശോധിക്കുകയും ചെയ്യുക. ഫില്ലറ്റ് ലാപ്പ് ജോയിന്റിന് ഉപയോഗിക്കുന്ന ആയുധങ്ങളും ഉപകരണങ്ങളും: മെറ്റൽ ഫയൽസ്, വെൽഡിംഗ് ടേബിൾ, വയർ ബ്രഷ്, ചിപ്പിംഗ് ഹാമർ, വെൽഡ് ക്ലാമ്പിംഗ്. കൂടാതെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് SMAW മെഷീനും. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് SMAW ഉപയോഗിച്ച് 3G വെർട്ടിക്കൽ പൊസിഷനിൽ 10 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിൽ ഫില്ലറ്റ് ലാപ്പ് ജോയിൻ ചെയ്യുന്നതിനുള്ള നടപടിക്രമം ഇതാ. ആവശ്യമായ വലുപ്പത്തിനനുസരിച്ച് പ്ലേറ്റുകൾ കട്ട് ചെയ്ത് മെറ്റൽ ഫില്ലിംഗ് ഉപയോഗിച്ച് ചതുരാകൃതിയിലുള്ള അരികുകൾ തയ്യാറാക്കുക എന്നതാണ് ആദ്യ പടി. അടുത്തതായി ഒരു പ്ലേറ്റ് വെർട്ടിക്കലി ഓവർലാപ്പിംഗ് ചെയ്യുന്ന തരത്തിൽ പ്ലേറ്റ്സ് പരസ്പരം പാരലലായി വിന്യസിക്കണം. ലാപ്പിംഗ് ഡിസ്റ്റൻസ് 25 മില്ലിമീറ്റർ ആയിരിക്കണം. വെൽഡിംഗ് സമയത്ത് പ്ലേറ്റ്സുകളെ സുരക്ഷിതമായി പിടിക്കാൻ അത് ക്ലാമ്പ് ചെയ്യണം. ഇൻ 3G പൊസിഷനിൽ വെൽഡിംഗ് വെർട്ടിക്കലി മുകളിലേക്ക് നടത്തുന്നു, അതായത് ജോയിന്റ് നിലത്തിന് പെർപെൻഡിക്കുലർ ആണ്. വെൽഡിംഗ് പ്രോസസ് ആരംഭിക്കുന്നതിന് മുമ്പ് ശരിയായ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ധരിക്കുന്നത് ഉറപ്പാക്കുക. ഇപ്പോൾ രണ്ട് പ്ലേറ്റ്സും ടാക്ക് വെൽഡ് ചെയ്യുക. പ്ലേറ്റ്സിന്റെ ഉപരിതലങ്ങൾ പരസ്പരം പാരലലാണെന്നും ടാക്കിങ്ങിന് ശേഷം പ്ലേറ്റ്സുകൾക്കിടയിൽ വിടവില്ലെന്നും ഉറപ്പാക്കുക. വയർ ബ്രഷ് ഉപയോഗിച്ച് ജോയിന്റ് വൃത്തിയാക്കുക. വെൽഡ് പെനിട്രേഷൻ മെച്ചപ്പെടുത്തുന്നതിന് ഇപ്പോൾ റൂട്ട് റൺ ഷോർട്ട് ആർക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇതിനായി 3.15 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള മീഡിയം കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് 110 ആംപിയർ കറന്റ് സെറ്റ് ചെയ്യുക. റൂട്ട് റൺ നടത്തിയ ശേഷം ഒരു ചിപ്പിംഗ് ഹാമർ കൊണ്ട് ഡീസ്ലാഗ് ചെയ്യുക. ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ജോയിന്റ് വൃത്തിയാക്കുക. തുടർന്ന് വെൽഡ് പെനിട്രേഷൻസ് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വെൽഡ്മെന്റ് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. ഇപ്പോൾ ഷോർട്ട് ആർക്ക്, വീവിംഗ് മോഷൻ എന്നിവ ഉപയോഗിച്ച് ഇന്റർമീഡിയറ്റ് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇതിനായി 4 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള മീഡിയം കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് 150 മുതൽ 160 വരെ ആംപിയർ കറന്റ് സെറ്റ് ചെയ്യുക. ഇന്റർമീഡിയറ്റ് റൺ നടത്തിയ ശേഷം ഒരു ചിപ്പിംഗ് ഹാമർ ഉപയോഗിച്ച് ഡീസ്ലാഗ് ചെയ്യുക. ഒരു വയർ ബ്രഷ് ഉപയോഗിച്ച് ജോയിന്റ് വൃത്തിയാക്കുക. അവസാനമായി യൂണിഫോം വേഗതയിൽ വീവിംഗ് മോഷനിൽ ഫൈനൽ റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. ഇതിനായി 4 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള മീഡിയം കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് 150 മുതൽ 160 വരെ ആംപിയർ കറന്റ് സെറ്റ് ചെയ്യുക. ഫൈനൽ റൺ നടത്തിയ ശേഷം ക്ലാമ്പ് നീക്കം ചെയ്ത് വയർ ബ്രഷ് ഉപയോഗിച്ച് വെൽഡ്മെന്റ് ഏരിയ വൃത്തിയാക്കുക. അതിനുശേഷം വെൽഡ്മെന്റ് വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. 2 മൈൽഡ് സ്റ്റീൽ പ്ലേറ്റുകളുടെ സ്ക്വയർ എഡ്ജ് തയ്യാറാക്കി വെൽഡിങ്ങിനായി വെർട്ടിക്കൽ പൊസിഷനിൽ ശരിയായി വെക്കുക. 3.15 മില്ലിമീറ്റർ ഡയമീറ്ററുള്ള മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് തിരഞ്ഞെടുത്ത് 110 ആംപിയർ കറന്റ് സെറ്റ് ചെയ്യുക. ഷോർട്ട് ആർക്ക് ലെങ്ത് വളരെ നേരിയ വീവിംഗ് മോഷനിലൂടെയും ഇലക്ട്രോഡിലേക്ക് റൂട്ട് റൺ ഡെപ്പോസിറ്റ് ചെയ്യുക. റൂട്ട് റണ്ണിന് ശേഷം റൂട്ട് റണ്ണിന്റെ അതേ നടപടിക്രമം ഉപയോഗിച്ച് ഇന്റർമീഡിയറ്റും ഫൈനൽ റണ്ണും നടത്തുക.
ഓരോ റണ്ണിന് ശേഷം വൃത്തിയാക്കൽ നടത്തുകയും വെൽഡ്മെന്റ് ഏരിയ പരിശോധിക്കുകയും ചെയ്യുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിൽ എത്തിയിരിക്കുന്നു. 3G വെർട്ടിക്കൽ പൊസിഷനിലുള്ള മൈൽഡ് സ്റ്റീൽ പ്ലേറ്റിലെ ഫില്ലറ്റ് ലാപ്പ് ജോയിന്റിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്ത സെഷനിൽ കാണാം.